ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ കേരത്തല കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന കേരത്തലക്കറിയാണ് ചെയ്യുന്നത്. അപ്പം തനി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന നമ്മുടെ ഈ കറിയുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ. അപ്പം ആദ്യം തന്നെ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് അടുപ്പിലേക്കൊരു കറിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലൊന്ന് ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യമേ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-12 വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ നല്ലപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകളെല്ലാം ചേർക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തുള്ള പൊടികൾ കരിഞ്ഞു പോകും, മേളിലുള്ളത് നന്നായിട്ട് മൂത്ത് കിട്ടത്തുമില്ല. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ മസാലകളെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളക് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻതല ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേര തലയുടെ കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ നോർമലി അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഹോട്ടലുകളിലും ഷാപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് തല ഒരു പീസായിട്ട് തന്നെ വെച്ചായിരിക്കും കറി വെക്കുക. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് നോർമലി ചെറിയ പീസുകളാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പം ഞാനത് ആ പീസുകളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ പീസുകളെല്ലാം ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി നന്നായിട്ട്
തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ആ ഉപ്പും പുളിയും എല്ലാം മീനിലേക്ക് എത്തുന്ന രീതിക്ക് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കറി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നേരം കൂടെ അത് വെച്ച് കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ഉപ്പും പുളിയും എല്ലാം നമ്മുടെ മീനിലേക്ക് ആ തലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കൂടെ നമ്മൾ ലോ ഫ്ലെയിം ഇട്ട് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി നമ്മൾ കൂടുതലും പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കൂട്ടുമ്പം ആ ഉപ്പും പുളിയും എല്ലാ ഭാഗങ്ങളിലേക്കും കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും പിറ്റേ ദിവസം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഉണ്ടാകുക. അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.